അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല ടേസ്റ്റും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിസ്സേൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ്, എല്ലില്ലാത്ത പീസ് ചെറുതായി കട്ട് ചെയ്താണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഞാനൊരു 3/4 ടീസ്പൂണാണ് ഉപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡറാണ് കേട്ടോ. ചിക്കൻ മസാല 1 ടീസ്പൂണ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, 2 ടേബിൾ സ്പൂണ് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള തൈരാണ് കേട്ടോ. അപ്പോൾ അത് 2 ടേബിൾ സ്പൂണ്, പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞാൽ 250 ഗ്രാം ചിക്കനാണ്. അത് ചെറുതായി കട്ട് ചെയ്തിട്ട് എല്ലില്ലാത്ത പീസാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 1/2-3/4 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഷാലോ ഫ്രൈ ആണ് കേട്ടോ ചെയ്യണത്. നമുക്ക് ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ കുറേ എണ്ണ ഒഴിച്ചിട്ടല്ല ഇത് ഫ്രൈ ചെയ്യണത്. അപ്പോൾ നമുക്ക് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ 2 പോർഷനായിട്ടാണ് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ, കാരണം ഭയങ്കര സ്മെല്ല് വീട്ടിൻ്റെ ഉള്ളിൽ. ഞാൻ പറഞ്ഞല്ലോ ഒരു 10 മിനിറ്റ് മതി ഇത് വേവിച്ചെടുക്കാൻ, കാരണം ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അങ്ങനെ നല്ലോണം ഡ്രൈ ഫ്രൈ ആയി എടുക്കണം കേട്ടോ, വെള്ളത്തിൻ്റെ മയം ഒട്ടും ഇല്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയതിൻ്റെ ശേഷം നമുക്കിത് കോരി മാറ്റാം. പിന്നെ നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. നമുക്ക് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ഓവനില്ലെങ്കിൽ കൗണ്ടർ ടോപ്പ് ഇത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കുക. കൗണ്ടർ ടോപ്പിൽ തന്നെ കുഴച്ചെടുക്കുക. ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് പാനിൽ വെച്ചിട്ട് പിസ്സനെ ചുട്ടെടുക്കാം. ഓവൻ വേണമെന്നൊന്നുമില്ല. ഞാനിതിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഞാൻ അളവ് പറഞ്ഞു തരുന്നത് 2 കപ്പ് മൈദ വെച്ചിട്ടാണ്. ഞാൻ 1 കിലോ മൈദ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്കിത് ഓർഡർ ഉള്ളതാണ്, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വെച്ച് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 കപ്പ് മൈദ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂണ് ഉപ്പ് അവനവൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി. കാരണം നമ്മൾ സോസിൽ ഉപ്പുണ്ട്, ചിക്കനിൽ ഉപ്പുണ്ട്, അങ്ങനെ എല്ലാത്തിലും ഉപ്പുള്ള കാരണം പാകത്തിന് ഇട്ടാൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഒരു 3/4 കപ്പ് മിൽക്ക് വാട്ടർ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളം. മിൽക്ക് വാട്ടർ ആണെങ്കിലും ഇളം ചൂടുള്ളതാണ് എടുക്കേണ്ടത്. ഇത്രയും വെച്ചിട്ടൊന്ന് കുഴച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഞാനിവിടെ സ്റ്റാൻഡ് മിക്സർ ഉള്ളതുകൊണ്ട് സ്റ്റാൻഡ് മിക്സറിൽ കുഴച്ചെടുത്തു. നിങ്ങൾ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് നല്ലോണം നീഡ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടും. അതിൻ്റെ ശേഷം നമുക്ക് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഞാൻ പറഞ്ഞല്ലോ 2 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത്രയും മതി. 3/4 കപ്പ് മിൽക്ക് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ഇളം ചൂടുള്ളത് കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ മാവ് നല്ലോണം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പൊന്തി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പാകത്തിനുള്ളൊരു മാവ് ഞാൻ ഒന്നിനുള്ള മാവ് എടുത്തു ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഞാനൊന്ന് ഫോർക്ക് വെച്ച് കുത്തി കൊടുക്കേണ്ടത് എന്താ പറയുക, വല്ലാണ്ട് പൊങ്ങി വരാതിരിക്കാനാണ്. അല്ലെങ്കിൽ നമുക്ക് ബന്ന് പോലെ ആയി കിട്ടും. ഞാൻ പിസ്സ സോസിൻ്റെ റെസിപ്പി ഞാൻ അതിൻ്റെ മുന്നിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കേണ്ടത്. ഞാൻ ഒനിയനൊക്കെ ഇട്ടിട്ടുള്ള സോസാണ്. നമുക്ക് വെറും ടൊമാറ്റോ വെച്ചിട്ടുള്ള സോസും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് രണ്ടും കേട്ടോ. സോസ് നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ, അതെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ശേഷം ഞാൻ സോസ് തേച്ചതിൻ്റെ ശേഷം ഞാൻ ചിക്കൻ ഓർമ്മയില്ലാണ്ട് ഇട്ട് പോയതാണ്. ഞാൻ മൊസറല്ല ചീസ് വെച്ച് കൊടുത്തു. നല്ലോണം ഇട്ട് കൊടുക്കണം കേട്ടോ മൊസറല്ല ചീസൊക്കെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അതിൻ്റെ ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട് കൊടുത്തു. ഇതിനൊന്നും ഒരു കണക്കില്ല കേട്ടോ, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കനല്ലാതെ വളരെ നേരിയ സ്ലൈസായിട്ട് കട്ട് ചെയ്ത ഓണിയനാണ്, അത് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്താണ്, അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒലിവ് എൻ്റെ അടുത്ത് അങ്ങനെ ഉള്ളതായിരുന്നു, അപ്പോൾ അത് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ട് അതൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ടോപ്പിക്സിൽ. അപ്പോൾ നമ്മളെ കയ്യിൽ എത്രയാണുള്ളത് അങ്ങനെ നമുക്ക് വെച്ച് കൊടുത്താൽ മതി. ചിക്കൻ ഇല്ലെങ്കിൽ നമുക്ക് പകരം മഷ്റൂം വെക്കാം, അല്ലെങ്കിൽ സോസേജ് വെക്കാം. ചിക്കൻ കഴിക്കാത്തവർക്കാണെങ്കിൽ അങ്ങനെ. എന്നിട്ട് മൊസറല്ല ചീസൊക്കെ ഇട്ടിട്ട് ഇതേപോലെ ടോപ്പിക്സ് വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. നമുക്ക് ഓവനില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ്
വേവിച്ചെടുക്കുക. പിന്നെ കനമില്ലാതെ സ്ലൈസ് ആക്കിയിട്ടുള്ള തക്കാളി ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഇതിൻ്റെ മുകളിൽ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാനൊരു 10 മിനിറ്റ് ഓവന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 180 ഡിഗ്രിയിൽ. ഞാൻ പറഞ്ഞല്ലോ ഇത് എനിക്ക് ഓർഡർ ഉള്ളതാണെന്ന്. അപ്പോൾ ഞാൻ ഓവൻ തന്നെയാണ് ഇതിന് ഞാൻ ബേക്ക് ചെയ്തെടുക്കണേ. അപ്പോൾ നിങ്ങൾ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഞാനിതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്ത ടർക്കിഷ് ബ്രെഡൊക്കെ ഒത്തിരി പേര് എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ മുകളിൽ പിന്നെ മൊസറല്ല ചീസൊക്കെ നന്നായി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഓവനിൽ ഒരു 15 to 20 മിനിറ്റാണ് കേട്ടോ നമുക്ക് ബേക്കിംഗ് ടൈം വരുന്നത്. ഏറിയാലും ഒരു 22 മിനിറ്റ് മതിയാകും. അത് ഓരോരുത്തരുടെ ഓവനനുസരിച്ചിരിക്കും. ഞാനൊരു 15 to 20 മിനിറ്റിൻ്റെ ഉള്ളിൽ ബേക്ക് ആയിട്ടുണ്ട്. നമുക്ക് ഇത്രയും കളർ വേണ്ടെങ്കിൽ ഒന്ന് കുറച്ചിട്ട് സമയം കുറച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ അതെടുത്തതിന് ശേഷം അടുത്ത പിസയും കൂടി അതേപോലെ തന്നെ ഒക്കെ ടോപ്പിങ്സൊക്കെ വെച്ച് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഓവനിക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും എനിക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ടോപ്പിങ്സൊക്കെ വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഞാൻ ഒറിഗാനോ പാർസിലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ചെറുതായിട്ടൊന്ന് തൂവി കൊടുത്താൽ മതി, കാരണം അതിൻ്റെ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചില്ലി ഫ്ലേക്സൊക്കെ വേണമെങ്കിൽ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം, പക്ഷേ ഞാനൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ മൊസറല്ല ചീസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ചെഡാർ ചീസാണോ അതല്ലെങ്കിൽ സ്ലൈസ്ഡ് ചീസാണോ ഏതാണുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിലുണ്ടാക്കി കഴിക്കാനാണല്ലോ. നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് മൊസറല്ല ചീസ് തന്നെ യൂസ് ചെയ്യണം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. കാരണം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യണ ടൈം മാത്രമേ വേണ്ടുള്ളൂ. ഞാനിതും ആദ്യത്തെ പിസ്സ എടുത്തതിൻ്റെ ശേഷം ഇതും ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് മോൻ്റെ വൈഫാണ് കേട്ടോ ബേക്ക് ചെയ്യാൻ വെക്കണത്. മോന് UK-ലാണ്. അപ്പോൾ ഇവരൊക്കെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. UK-ക്കൊക്കെ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അടുത്ത ആഴ്ചയായിട്ടൊക്കെ ഇവരൊക്കെ പോകും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തനിച്ചായിരിക്കും വീട്ടിൽ, ഞാനും ഉറ്റയും. അങ്ങനെ 2 പിസയും ഒക്കെ ബേക്ക് ചെയ്തെടുത്തതിൻ്റെ ശേഷം ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചതാണ് ജസ്റ്റ് ഒന്ന്. എന്നിട്ട് പിന്നെ പാക്ക് ചെയ്തിട്ട് അവർക്ക് 3 സോസും ഒക്കെ വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ അവർക്ക് കൊടുത്തു കസ്റ്റമർക്ക്. ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് വിയർപ്പിറങ്ങുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം.